ഓ, അതിനിടയില് അങ്ങനെ ഒരു കഥയുണ്ടായോ? ആ, ശ്യാമ മാഡത്തിന്റെ ഫോട്ടോസ് ഇന്റർവ്യൂസ് ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട്. ആ, രാധികയുടെ ഒരു ഛായ ഉണ്ടെന്നുള്ളത് സത്യ എന്ന് കരുതിയേ മകളാണെന്നൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അതെ, അത് ഈ അനാഥരായ പിള്ളേരുടെ ഒരു ശീലകൽപ്പന. കൺമുന്നിൽ കണ്ട ഒരാളെ അമ്മയാണെന്നങ്ങ് സങ്കല്പിക്കും. എളുപ്പല്ലേ? അല്ല, ഇതെന്താ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത്ര താല്പര്യം? ശ്യാമ യഥാർത്ഥത്തിൽ രാധികയുടെ അമ്മയാണെങ്കിലോ അങ്ങനെ സംഭവിച്ചൂടെ? പിന്നെ ഇത്രയും സമ്പന്ന സ്ഥിതിയിൽ കഴിയുന്ന ശ്യാമ മാഡം ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ദേവനാരായണൻ വരുന്ന വഴിയില് അങ്ങ് കൊണ്ടുവയ്ക്കുകയല്ലേ? എന്റെ പൊന്നു മുത്തശ്ശി, മുത്തശ്ശിയുടെ ശ്രമം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. രാധിക ശ്യാമ മാഡത്തിന്റെ മോളാണെങ്കിലേ കണിമംഗലത്ത് വന്നു കയറാൻ എളുപ്പമാണെന്ന് പറയാൻ പറ്റുമല്ലോ. എനിക്കൊന്നേ പറയാനുള്ളൂ, ശ്യാമ മാഡം ഒക്കെ വലിയ വലിയ ആൾക്കാരാ. ഇത്തരം ചീഞ്ഞ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞ് അത് ഈ പത്രത്തിലും ഓൺലൈനിലും ഒക്കെ വരുത്താൻ നിക്കണ്ട. നാണക്കേടാ. ആൾമാറാട്ടത്തിന് പിടിക്കപ്പെട്ടാലേ ജയിലിൽ ചെന്ന് കിടക്കേണ്ടി വരും. പിന്നെ ചെറിയമ്മയ്ക്ക് പിന്നെ കേസിന്റെയും ജയിലിന്റെയും ഒക്കെ കാര്യങ്ങള് നല്ല നിശ്ചയമാണല്ലോ. അല്ല, ചെറിയച്ഛൻ സ്ഥിരമായിട്ട് അവിടെ കിടക്കുന്നുണ്ടേ. അല്ല, നീ ഇപ്പൊ രാധിക ശ്യാമ മാഡത്തിന്റെ മകളാണെന്ന് തെളിയിക്കാൻ നടക്കാണോ? എങ്കി അവരെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കേ. ഞാൻ എന്റെ 2 കണ്ണും കുത്തിപ്പൊട്ടിക്കാം. മതിയോ? ഉർവശി, ആവശ്യമില്ലാത്ത വാക്കൊന്നും പറയണ്ട. കെട്ട നേരത്താണ് പറയുന്നതെങ്കില് അത് ചിലപ്പോ അങ്ങ് ഫലിക്കും. ചെറിയമ്മ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഞാനും ചെയ്യാം. പറ്റുമെങ്കിലേ ശ്യാമ മാഡത്തിന്റെ മകളാണെന്ന് തെളിയിക്കും. എന്റെ മോളെ, നീ ഇതൊന്നും കേൾക്കാൻ നിക്കണ്ട. ഇനിയിപ്പൊ യഥാർത്ഥത്തിൽ ശ്യാമ മാഡം നിന്റെ അമ്മയാണെങ്കിൽ ആ അമ്മ നിന്നെ തേടി വരും. ഒന്നും മിണ്ടാതിരുന്ന മുത്തശ്ശി. ശ്യാമ മാഡത്തിന് അങ്ങനെ ഒരു മകളൊന്നും ഇല്ല. ഞാൻ എത്രയോ കാലം മുൻപ് എത്രയോ വീക്കിലികളിൽ അവരെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അതിലൊന്നും അങ്ങനെ ഒരു മോളെ കുറിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. ഭർത്താവിനെ നഷ്ടപ്പെട്ടതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശ്യാമ മാഡത്തിന് കുഞ്ഞില്ല. എന്റെ ഭാഗ്യത്തിന് ശ്യാമ മാഡത്തിന്റെ ഒരു രൂപസാദൃശ്യം കിട്ടി. അത്രേ ഉള്ളൂ. അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്ക. അല്ലെങ്കിലേ മുത്തശ്ശിയും കൊച്ചുമോനും കൂടെ രാധികയും കൊണ്ട് ശ്യാമ മാഡത്തിന്റെ വീടിന്റെ പടിക്കൽ ചെന്ന് സത്യാഗ്രഹം ഇരിക്കും. പോകുമ്പോ ഞങ്ങളെ ഏട്ടത്തെയും കൂടി വിളിക്കാം. റെഡി ആയിട്ട് നിന്നോ. നമുക്ക്